ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് അതുല്യ ആൻഡ് ദിസ് ഇസ് അതുല്യ സുബ്രഹ്മണ്യൻ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ നമുക്ക് ലീവാണ് ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു സിമ്പിൾ ബിരിയാണിയാണ്. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ എനിക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ബിരിയാണി. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്നതും ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഒക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എത്രത്തോളം ലെങ്തി ആവുമെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 700 ഗ്രാമാണ് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ആദ്യം മാഗ്നേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മിന്റ് ലീഫും അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഞാൻ പേര് പറഞ്ഞല്ലോ, മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ പെപ്പറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് ഇനി മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും കൂടെ ഒന്ന് എന്താ പറയുക നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് മാഗ്നേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഗൈസ്, ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ സാധാ ഉണ്ടാക്കുന്ന പോലെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് വെക്കുക. ഗീ റൈസ് മീൻസ് ഒരുപാട് മസാലകളും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ ഒനിയനൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണ്ട. ഒന്ന് നോർമലായിട്ടുള്ള ഒരു റൈസായിട്ട് അത് മാറ്റി വയ്ക്കുക. അത് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ നമ്മുടെ മസാല ഉണ്ടാക്കാം. പാടി കുറച്ച് വെള്ളം വറ്റാനുണ്ടായിരുന്നു. അയ്യോ പേടിക്കേണ്ട ഗൈസ്, ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഒനിയൻ ഇടണം ഗൈസ്. നമ്മളിത് ഒനിയൻ ഇട്ടിട്ടത് കേട്ടോ. ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു പുളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൈര് കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഇനി ഇതിലോട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പാത്രം പോകും ഗൈസ്. വീഡിയോ കൂടെ പിടിച്ചിട്ട് ഇത് ഇളക്കാൻ പറ്റുന്നില്ല ഗൈസ്. 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഈ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വരിക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. ഗൈസ്, നമ്മളിത് ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കോലം കണ്ടില്ല. പിന്നെ നമ്മുടെ റൈസ് ബസ്മതി റൈസാണ്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. ബസ്മതി റൈസ് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല സത്യം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ബസ്മതി റൈസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേവ് ഒന്നാമത് കറക്റ്റാണ്. പിന്നെ ഇതിന് ബിരിയാണീൻ്റെ സ്മെല്ലൊന്നുമില്ല. ഏതൊരു റൈസാണ്. എന്തായാലും നമുക്ക് ഇതിനെ മൊത്തമായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മാക്സിമം കൊള്ളുന്ന അത്ര ഇതിൽ വെച്ചിട്ട് നമുക്കിനി ദമ്മിടാം ഗൈസ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്നും ഉള്ളിലോട്ട് കയറട്ടെ. എൻ്റെ പോലെ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ വിചാരിക്കും ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് നല്ല സുഖമായിട്ട് ബിരിയാണിയും കഴിക്കുക, അതിൻ്റെ ക്ഷീണം അത് കിടന്നുറങ്ങി തീർക്കുകയും ചെയ്യുക. ഇതൊക്കെ വലിയ പടിയുള്ള പണിയാണ് ഗൈസ്. ഇനി നമുക്ക് തൈര് ഉണ്ടാക്കണം. ചിക്കൻ പൊരിക്കാൻ കുറച്ച് ബാക്കി വെച്ചില്ലേ, ഇതിപ്പോൾ അത് പൊരിക്കാൻ വേണം.
ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല, മനസ്സിലായി. നമുക്കിനി ചോറ് ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലോട്ട് മാറ്റാം. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചോറ് ചിലപ്പോൾ കുറച്ച് വേവായിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞത് ബസ്മതി റൈസിൻ്റെ അളവ് മീൻസ് വേവ് എനിക്കറിയില്ല. അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ ഫിനിഷ് ആക്കട്ടെ. വീഡിയോ ഓണാക്കി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിത് കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, കാരണം ഫുൾ ഷോ ഓഫ് ആയിരിക്കും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എൻ്റെ ശരിക്കുള്ള കഴിക്കലൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.